Hi everyone, this is Jebin Say from Evika. നമ്മുടെ എല്ലാ ഐഫോൺ യൂസേഴ്സിനും ഉണ്ടാകുന്ന ടെൻഷനാണ് ഒരു ഫോൺ എടുത്താൽ, പ്രത്യേകിച്ച് ഐഫോൺ എടുത്തതിനാൽ ആ ഒരു ഐഫോൺ എത്ര നേരം ബാറ്ററി ബാക്കപ്പ് ലഭിക്കും, അതേപോലെ ആ ഒരു ഡിവൈസിന്റെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന 8 പുതിയ അല്ലെങ്കിൽ 8 പ്രോ ടിപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഐഫോൺ ലൈഫ് ഇനിയും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ 5 പുതിയ പ്രോ ടിപ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, കുറെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ നിന്ന് ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. സോ എന്തൊക്കെയാണ് ഈ പറഞ്ഞ 8 പ്രോ ടിപ്സ്? ഒന്നാമത്തെ പ്രോ ടിപ്പ്, ഡിസേബിൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. എല്ലാ ഐഫോൺ യൂസേഴ്സിൻ്റെയും ആ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. എസ്പെഷ്യലി കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എല്ലാ യൂസേഴ്സും നല്ല രീതിക്ക് ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഈ ഓരോ ക്ലിക്കിനും ഓരോ വൈബ്രേഷൻ ഹാപ്റ്റിക് മോട്ടർ ക്രിയേറ്റ് ചെയ്യും. ഈ ഹാപ്റ്റിക് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എനർജി വേണം. ഈ എനർജി എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കിട്ടും. സോ ബാറ്ററി ജ്യൂസ് നന്നായിട്ട് കൺസ്യൂം ചെയ്യും നമ്മുടെ ഈ ഒരു ഹാപ്റ്റിക് മോട്ടർ. സോ എന്തായാലും കീബോർഡ് ഓപ്ഷനിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഓഫ് ചെയ്യുക. രണ്ടാമത്തെ പ്രോ ടിപ്പ്, പ്രോക്സിമിറ്റി ആയിട്ട് വരുന്ന എയർ ഡ്രോപ്പ് ഷെയറിംഗ് ഓഫ് ചെയ്യുക. അതായത് iOS 17 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത ഓപ്ഷനാണ് നെയിം ഡ്രോപ്പ് അല്ലെങ്കിൽ എയർ ഡ്രോപ്പിന്റെ ഒരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു NFC എനേബിൾഡ് ആയ ഫീച്ചർ വർക്ക് ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2 ഐഫോൺ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോക്സിമിറ്റിനുള്ളിൽ കൊണ്ടുവന്നാൽ അപ്പം തന്നെ ഒരു ആനിമേഷൻ വന്ന് ഈ ഒരു ഫയൽസോ എന്ത് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നടക്കണമെങ്കിൽ എപ്പോഴും NFC ഓൺ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് പ്രോക്സിമിറ്റിനുള്ളിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ആ ഒരു അടുത്ത് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു റേഡിയസിനുള്ളിൽ വരുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ വർക്ക് ആവുള്ളൂ. സോ ആ ഒരു ഓപ്ഷന് വേണ്ടി എപ്പോഴും നമ്മുടെ NFC ഓൺ ആയിരിക്കും. NFC എപ്പോഴും ഓൺ ആവുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും ബാറ്ററി നന്നായിട്ട് കൺസ്യൂം ചെയ്യും. മൂന്നാമത്തെ പ്രോ ടിപ്പ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ മാപ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഓഫ്ലൈൻ മാപ്സ് അത്ര അവൈലബിൾ അല്ലെങ്കിലും പുറത്തുള്ള എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയാം ഓഫ്ലൈൻ മാപ്സ് യൂസ് ചെയ്യണം. കാരണം ട്രക്കിങ്ങിന് പോയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രിപ്പിന് പോയിക്കോട്ടെ, സൈക്ലിംഗ്, എവിടെ പോയാലും ഓഫ്ലൈൻ മാപ്സ് യൂസ് ചെയ്യുക. കാരണം ഐഫോണിൽ ഓഫ്ലൈൻ മാപ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റോറേജ് കൺസ്യൂം ചെയ്യുമെങ്കിലും ആ ഒരു യൂസേജ് തന്നെ നമുക്ക് ഈ പറയുന്ന അവൈലബിൾ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത മാപ്പ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺലൈനായിട്ട് മാപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ സെക്കൻഡിലും ലൊക്കേഷൻ ആക്സസ് ചെയ്യും, അതേപോലെ നമ്മുടെ ബാറ്ററിയും ഇത് ആക്സസ് ചെയ്യും. നാലാമത്തെ പ്രോ ടിപ്പ്, ടേൺ ഓഫ് ലൈവ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ ലൈവ് ആക്ടിവിറ്റി നടക്കുന്നതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നേരം ഈ ഒരു ആക്ടിവിറ്റി റൺ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററിയും നന്നായിട്ട് കൺസ്യൂം ചെയ്യും. ഈ ലൈവ് ആക്ടിവിറ്റി ഓഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഐഫോൺ എടുത്തിട്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ എപ്പോഴും ഓഫ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫിഫയുടെ ഫുട്ബോൾ മാച്ച് നടക്കുന്നു അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ IPL നടക്കുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഗെയിമിന്റെ സ്കോർ അറിയാൻ നമുക്ക് ലൈവ് ആക്ടിവിറ്റി നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈവ് ആക്ടിവിറ്റി നമ്മൾ ഫുഡ് എപ്പോഴും ട്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ ഡൈനാമിക് ഐലൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡൈനാമിക് ഐലൻഡിൽ എപ്പോഴും ഈ പറഞ്ഞ ഫുഡിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ലൈവ് ആക്ടിവിറ്റി എപ്പോഴും ഓൺ ചെയ്യേണ്ട, അതിന് സ്പെസിഫിക് കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ലൈവ് ആക്ടിവിറ്റി ഓൺ ചെയ്യുക, അല്ലാത്ത പക്ഷം ലൈവ് ആക്ടിവിറ്റി ഓഫ് ചെയ്യുക. നമ്മുടെ അഞ്ചാമത്തെ പ്രോ ടിപ്പാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോ ടിപ്പ് പ്രോ ഡിവൈസ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഡേ ടൈമിലേക്ക് എന്തായാലും യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നൈറ്റ് സ്റ്റാൻഡ് ആയിട്ട് ഈ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓഫ് ചെയ്തിടുക. 1 ഹെഡ്സിലാണെങ്കിലും വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റൺ ചെയ്യുന്നുണ്ട്. 80% രാത്രി ഉണ്ടാവും, പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ 75 or 70% കുറയാൻ ചാൻസ് ഉണ്ട്. ഈ 1 ഹെഡ്സിലും നമ്മുടെ ടൈം കാണിക്കും, നോട്ടിഫിക്കേഷൻ കാണിക്കും. ഇനി വെതർ ആപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ വിസിറ്റിന്റെയും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും എല്ലാം റൺ ചെയ്യുന്നുണ്ട്. ബാറ്ററിയും അതേപോലെ കൺസ്യൂം ചെയ്യും. കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ആറാമത്തെ പ്രോ ടിപ്പ്, യൂസ് ഫോക്കസ് മോഡ്. ഫോക്കസ് മോഡിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ഫോക്കസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, വർക്കൗട്ട് ആവട്ടെ, സ്ലീപ്പ് ആവട്ടെ, ഏത് ഫോക്കസ് ആണെങ്കിലും നമുക്ക് അതനുസരിച്ചുള്ള ഹോം ലേഔട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ ആളാണെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള ആപ്പ് മാത്രമായിട്ടുള്ള ഹോം സ്ക്രീൻ ലേഔട്ട് സെറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ആപ്സ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്യുമില്ല. നമുക്ക് ആവശ്യമുള്ള ആപ്സ് മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബാറ്ററി കൺസപ്ഷനും നമുക്ക് നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ 8ാമത്തെ പ്രോ ടിപ്പ് എന്ന് പറയുന്നത് ലോ പവർ മോഡ്. ലോ പവർ മോഡ് എപ്പോഴും ഇടുന്നത് നല്ലതല്ല. കാരണം ലോ പവർ മോഡ് ഇടുമ്പോൾ നമ്മുടെ ഡിവൈസ് നല്ല രീതിക്ക് റെസ്ട്രിക്ട് ചെയ്യും. എങ്ങനെ? പല അധികം നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഫോണിൽ വരില്ല. അതേപോലെ ക്രിട്ടിക്കലായ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഡിവൈസിലേക്ക് വരിക. നമ്മുടെ ഈ പറഞ്ഞ ലോ പവർ മോഡിലേക്ക് ഇടുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഐഫോൺ കട്ട് ചെയ്യും. നിങ്ങൾക്ക് എമർജൻസി ഉള്ള ഘട്ടങ്ങളിൽ മാത്രം ലോ പവർ മോഡ് ആക്സസ് ചെയ്യുക. ലോ പവർ മോഡ് ഇട്ട് നിങ്ങൾ ഒരിക്കലും ഫോൺ ചാർജ് ചെയ്യരുത്. അതേപോലെ ലോ പവർ മോഡ് ഇട്ടിട്ട് ഒരു ഹോൾ ഡേ നിങ്ങൾ യൂസ് ചെയ്യരുത്. ആവശ്യമുള്ള ഘട്ടം മാത്രമാണ് ലോ പവർ മോഡ് എന്ന കാര്യം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആക്ടിവിറ്റി കുറയുന്നതുകൊണ്ട് ബാറ്ററി നമുക്ക് കുറച്ചും കൂടെ നേരം ലാസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ 8 പ്രോ ടിപ്സും നിങ്ങളുടെ ഐഫോണിൽ യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും നല്ല രീതിക്കുള്ള ഈ പറഞ്ഞ ബാറ്ററി ബാക്കപ്പിന്റെ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അവിടെ വേറെ കാര്യം നോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ iOS-ൽ കുറേയധികം ബഗ്ഗുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ബാറ്ററി ഹെൽത്ത് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊന്നും നോക്കണ്ട. നിങ്ങളൊരു ഫോൺ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മാത്രം നോക്കുക. ബാറ്ററി ഹെൽത്തിൽ മാത്രമല്ല നമ്മുടെ ഫോൺ നോക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് നേരം ബാറ്ററി ഹെൽത്ത് നോക്കാൻ മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. സോ നിങ്ങളുടെ ഫോൺ ഒരു ഡെയിലി ഡ്രൈവറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് മാത്രമായിട്ടാണ് ഒരു ഫോൺ നോക്കേണ്ടത്. ഫോൺ നമ്മുടെ ഒരു ഹെൽപ്പിംഗ് ഡിവൈസ് മാത്രമാണ്. അല്ലാതെ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കുറേ വെറീഡ് ആവേണ്ട ഒരാവശ്യമില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് ഇതേപോലെ പുതിയ പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനോട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. Go follow me on Instagram too. And thank you so much for watching this video. This is Yabin Xavier signing from Evika.